ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ബാല്യകാല സഖി എന്ന പുസ്തകത്തിൻ്റെ ബുക്ക് റിവ്യൂ ആണ്. നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രസിദ്ധ നോവലാണ് ബാല്യകാല സഖി. ബഷീറിൻ്റെ കൃതികളെല്ലാം മികച്ചവയാണെങ്കിലും ഏറ്റവും മികച്ചതായി കാണുന്നത് ബാല്യകാല സഖി എന്ന നോവലാണ്. വികാര തീവ്രത ഏറ്റവും അധികമുള്ളത് ബാല്യകാല സഖിയിലാണ്. ഒറ്റയിരിപ്പിന് വായിച്ചു തീരാവുന്ന മലയാളത്തിൻ്റെ പ്രിയ നോവൽ. ബഷീർ തൻ്റെ ജീവിതാനുഭവങ്ങൾ അതുപോലെ എഴുതിയതാണ്. സുഹ്റയുടെയും മജീദിൻ്റെയും ബാല്യം, പ്രണയം, വിരഹം എന്നിവയാണ് കഥയുടെ ഉള്ളടക്കം. കഥാപാത്രങ്ങളായ സുഹ്റയും മജീദും കണ്ടുമുട്ടുന്നത് യഥാക്രമം 7ഉം 9ഉം വയസ്സുള്ളപ്പോഴാണ്. ബാല്യകാലം മുതലേ സുഹൃത്തുക്കളായിരുന്നുവെങ്കിലും പരിചിതരാവുന്നതിനു മുമ്പ് ശത്രുക്കളായിരുന്നു. മജീദിൻ്റെ ബാപ്പ പണക്കാരനായിരുന്നു. എന്നാൽ സുഹ്റ ഒരിടത്തര കുടുംബത്തിൽ നിന്നുമായിരുന്നു. മജീദ് സുഹ്റയെ അന്യോന്യം പേടിപ്പെടുത്താൻ ശ്രമിക്കും. എന്നാൽ സുഹ്റയ്ക്ക് ഭയമില്ല താനും. സുഹ്റയും മജീദും ഒരു ക്ലാസ്സിലായിരുന്നു. സുഹ്റ കണക്കിൽ മിടുമിടുക്കിയാണ്. മജീദിനാകട്ടെ കണക്കിൽ വട്ടപ്പൂജ്യം. ഇത് കേൾക്കുമ്പോൾ പഠിപ്പിൻ്റെ കാര്യത്തിൽ മജീദ് എത്ര പിറകോട്ടാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. സുഹ്റയുടെ ബെഞ്ചിൽ സ്ഥാനമുറപ്പിച്ചതോടെ ഉത്തരങ്ങളെല്ലാം സുഹ്റയുടെ സ്ലേറ്റിൽ നോക്കി പറഞ്ഞ് മിടുക്കനായി. വർഷങ്ങൾ കഴിഞ്ഞു. സുഹ്റയും മജീദും വളർന്നു. മാറി നിൽക്കുക എന്ന ഉദ്ദേശത്തോടെ മജീദ് വീട് വിട്ടിറങ്ങി. പല നഗരങ്ങളിലും അലഞ്ഞു. വീട്ടിലേക്ക് ഒരു കത്ത് പോലും അയച്ചില്ല. സുഹ്റയെ വിവാഹം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ 8-10 വർഷങ്ങൾക്കു ശേഷം നാട്ടിലേക്ക് തിരിച്ചു. നാട്ടിലെത്തിയ മജീദിന് കാണാനായത് കച്ചവടത്തിൽ കടബാധ്യതയുമായി എല്ലാം നഷ്ടപ്പെട്ട വൃദ്ധരായ മാതാപിതാക്കൾ, വിവാഹപ്രായം എത്തി നിൽക്കുന്ന സഹോദരികൾ. ഇതിനെല്ലാം ഉപരി വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇഷ്ടമില്ലാത്തൊരാളെ വിവാഹം ചെയ്ത സുഹ്റ. വിവാഹിതയാണെങ്കിലും സുഹ്റയുടെ മനസ്സിൽ എന്നും മജീദായിരുന്നു. എന്തൊക്കെയാണെങ്കിലും കടബാധ്യതകൾ തീർത്ത് സുഹ്റയെ വിവാഹം കഴിക്കണം. വിവാഹം ചെയ്യാനുള്ള പണം കണ്ടെത്താനായി വീണ്ടും നാടുവിടുന്നു. ജോലി അന്വേഷിച്ച് കറങ്ങി നടക്കുന്നു. ഒടുവിൽ വലിയ മോശമില്ലാത്തൊരു ജോലി ലഭിച്ചു. സാധനങ്ങൾ കയറ്റി വീടുകളിൽ എത്തിക്കുന്ന ജോലിയായിരുന്നു. ജോലി പച്ചപ്പിടിച്ചു വരുമ്പോൾ സൈക്കിൾ വാഹനത്തിലിടിച്ച് അപകടം സംഭവിച്ചു. ഒരു കാൽ നഷ്ടമായി. അപകട വിവരം സുഹ്റയെയും വീട്ടുകാരെയും അറിയിച്ചില്ല. മജീദ് മറ്റൊരു ജോലി അന്വേഷിച്ചു പോയി. ഒടുവിൽ ഒരു ജോലി ലഭിച്ചു. ഹോട്ടലിലെ എച്ചിൽ പാത്രങ്ങൾ കഴുകുന്ന ജോലിയായിരുന്നു അത്. ജോലിക്കിടെ ഒരു ദിവസം വീട്ടിൽ നിന്നൊരു കത്ത് ലഭിച്ചു. തൻ്റെ എല്ലാമായ പ്രിയതമ സുഹ്റ മരിച്ചുവെന്നാണ് കത്തിലുണ്ടായിരുന്നത്. അന്ന് വീട് വിട്ടിറങ്ങുന്ന സമയത്ത് വണ്ടി നീങ്ങിക്കഴിഞ്ഞപ്പോൾ സുഹ്റ തന്നോട് പറഞ്ഞ താൻ കേൾക്കാതെ പോയ അക്കാര്യം എന്തായിരിക്കുമെന്ന് ദുഃഖത്തോടെ ആലോചിക്കുന്ന മജീദിനെ കഥയുടെ അവസാനത്തിൽ നമുക്ക് കാണാം. കഥയുടെ അവസാനം വായനക്കാരിൽ ഏറെ ദുഃഖമുണ്ടാക്കുന്നതാണ്. ഈ ഒരു പുസ്തകം ഇന്നും ജനലക്ഷങ്ങളുടെ മനസ്സിൽ വളരെ വലിയ സ്വാധീനമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. 50-70 വർഷങ്ങൾക്ക് മുമ്പുള്ള മലബാറിൻ്റെ സംസാര രീതിയും സംസ്കാരങ്ങളും അപ്പടി രേഖപ്പെടുത്തിയ ബഷീറിനെ ഒരു കാലഘട്ടത്തിലെ ഭാഷയും സംസ്കാരവും സംരക്ഷിക്കുന്ന ഒരു സംരക്ഷകനായി നമുക്ക് കാണാം. ബാല്യകാല സഖി എന്ന അദ്ദേഹത്തിൻ്റെ നോവൽ 2 പ്രാവശ്യം സിനിമകളായി എന്നത് അദ്ദേഹത്തിൻ്റെ ഭാഷാ വൈവിധ്യത്തെ വിളിച്ചോതുന്നു. ബേപ്പൂർ സുൽത്താനെ പോലെയുള്ള സുൽത്താൻമാർ കേരളത്തിൽ ഇനിയും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. Don't forget to like, share and subscribe. Bye.